ഒരു ദിവസം മദീനയിലെ ആളുകളെല്ലാം ഭയന്ന് വിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ 700-ലധികം ഒട്ടകങ്ങളുടെ വലിയൊരു സംഘം മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലെ ആളുകളെല്ലാം വിചാരിച്ചത് തങ്ങളെ ആക്രമിക്കാൻ എവിടെ നിന്നോ ആളുകളെത്തി, പുതിയ ഒരു സൈനിക വ്യൂഹം വന്നു എന്നതൊക്കെയായിരുന്നു. പക്ഷെ അത് ഒരു സൈനിക വ്യൂഹമായിരുന്നില്ല. മറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട കാരവാനായിരുന്നു അത്. 700 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്ന അത്രയും വലിയ കച്ചവട സംഘം. മക്കയിലെ ഏറ്റവും സമ്പന്നരായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പലായന ശേഷം മദീനയിലേക്ക് വരികയും ഇവിടെ കച്ചവടങ്ങൾ ആരംഭിക്കുകയും ശേഷം മദീനയിലും ഏറ്റവും വലിയ സമ്പന്നനാകുന്ന, എന്നാൽ തനിക്ക് ലഭിച്ച സമ്പത്ത് മുഴുവനും ഒന്നുപോലും വീട്ടുകാർക്ക് അവശേഷിപ്പിക്കാതെ എല്ലാം ദീനിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും വേണ്ടി ദാനമായി നൽകിയ അത്രയും വലിയ ദാനധർമ്മിയുടെയും കഥ ഇന്ന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ ചരിത്ര ഏടുകളാണ്. മക്കയിൽ ജനിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം, ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു അമ്ര, അബ്ദുൽ കഅബ എന്നതൊക്കെയായിരുന്നു. ഇസ്ലാം ആശ്ലേഷത്തിൻ്റെ ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സ്വഹാബിമാരുടെ പേരുകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അധിക പേരുടെ പേരുകളൊന്നും മാറ്റം വരുത്തിയില്ലെങ്കിൽ കൂടെ ഇങ്ങനത്തെ ഇസ്ലാമിന് വിരുദ്ധാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന പേരുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മാറ്റി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അബ്ദുൽ അംർ, അബ്ദുൽ കഅബ എന്നൊക്കെ പേരുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ആ പേര് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്. ബനു സുഹ്റ ഗോത്രത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. ചെറുപ്പകാലം മുതലേ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച് അത്രയും കച്ചവട ബന്ധങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിയുന്നത് തന്നെ പലപ്പോഴും ഷാമിലും പേർഷ്യയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങൾ ഉണ്ടായിരുന്നത്. പലപ്പോഴായിട്ട് അദ്ദേഹം ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥങ്ങൾക്ക് പോകുന്ന വേളയിലാണ് ഒരിക്കൽ യമനിൽ വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ പണ്ഡിതനെ അദ്ദേഹം കാണുന്നത്. അവരായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ആ ക്രിസ്ത്യൻ പണ്ഡിതൻ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ്? ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, ഞാൻ മക്കയിൽ നിന്നാണ്. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന കച്ചവട ചരക്കുകളേക്കാൾ മൂല്യമുള്ള ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈസാ നബി അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ച അതേ ദൈവം മക്കയിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞേക്കാൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ ഒരു സംശയത്തിനും ഇടവരുത്താതെ ഉടനടി വിശ്വസിച്ചു കൊള്ളുക. സഹാബിമാരുടെ പല ചരിത്രങ്ങളിലും ഇതുപോലെ യമനിലും സിറിയയിലൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ജൂത പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ വഴി അവർക്ക് കിട്ടിയ ഈ അപൂർവ ഇൽമ് മക്കയിലുണ്ടായിരുന്ന പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പലരും വിശ്വസിക്കാതെ പോയി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല ആളുകളും ഇതുപോലെ വിദൂര നാടുകളിൽ നിന്ന് കിട്ടിയ അവരുടെ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരവുമായിട്ടാണ് ഇവിടെ മക്കയിലേക്ക് വന്നുകൊണ്ട് പ്രവാചകനിൽ വിശ്വസിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഇങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയപ്പോൾ ഉടനടി മക്കയിലേക്ക് വരികയും നേരെ ചെല്ലുന്നത് തൻ്റെ സുഹൃത്തായ അബൂബക്കർ ബിൻ അബി ഖുഹാഫ എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ്. അബൂബക്കർ തങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് മുൻപ് മുസ്ലിമായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയും ആദ്യകാലത്ത് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ മനോഹരമായ തീരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾക്ക് ശേഷം അബ്സീനിയയിലേക്ക് പുറപ്പെട്ട ആദ്യത്തെ ഹിജറ പലായന സംഘത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയും പിന്നീട് പലായനത്തിന് വേണ്ടിയിട്ട് ഹിജ്റക്ക് വേണ്ടിയിട്ട് മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരനാക്കി നിയമിച്ചിരുന്നത് അവിടുത്തെ മദീനയിലുണ്ടായിരുന്ന സമ്പന്നനായ സ്വഹാബിയായിരുന്ന സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. മക്കയിലെത്തിയതിന് ശേഷം മക്കയിൽ നിന്ന് വന്ന സ്വഹാബത്തിന് മുഴുവനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളിൽ നിന്ന് ഓരോ സഹോദരന്മാരെ ഓരോ അവരുടെ ബന്ധം സ്ഥാപിച്ചു കൊടുക്കുകയാണ്, കൂട്ടുകാരാക്കി കൊടുക്കുകയാണ്. അതിന് പിന്നിൽ വളരെ വലിയ സൈക്കോളജി ഉണ്ടായിരുന്നു. ഇതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ പോലുള്ള വലിയ കച്ചവടക്കാർക്ക് ഇവിടെ മദീനയിലുള്ള വലിയ കച്ചവടക്കാരെയാണ് പ്രവാചകൻ ബന്ധം സ്ഥാപിച്ചു കൊടുത്തത്. എൽമിയായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്വഹാബിമാർക്ക് മദീനയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരായ സ്വഹാബികരെ ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ സൈക്കോളജിക്കലി വളരെ വലിയ മുന്നേറ്റമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ തന്ത്രപ്രധാനപരമായിട്ടാണ് ആ ഓരോ കാര്യങ്ങളും പ്രവാചകൻ ചെയ്യുന്നത്.
അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ സ്വീകരിക്കുന്ന സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ സഹോദരനാണ്. ഞാൻ വളരെ വലിയ കച്ചവടക്കാരനും സമ്പന്നനൊക്കെയാണ്. എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, 2 ഭാര്യമാരുണ്ട്, 2 വാഹനത്തിലധികം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ 2 തോട്ടത്തിൽ ഏത് തോട്ടമാണോ നിങ്ങൾക്കിഷ്ടം ആ തോട്ടം നിങ്ങൾക്ക് തരാം. എൻ്റെ 2 ഭാര്യമാരിൽ ഏത് ഭാര്യയാണോ നിങ്ങൾക്കിഷ്ടം ഞാൻ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് ആ ഭാര്യയെ നിങ്ങൾക്ക് തരാം. ഇങ്ങനെ എല്ലാം പകുത്ത് നൽകാൻ ഒരുങ്ങുന്ന സഅദ് ബിൻ അബി റബിയ എന്ന അൻസാരികളിലെ മനോഹരമായ സ്വഹാബിയുടെ ചരിത്രവും ഈ രംഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്നത്, ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, വളരെ സന്തോഷം നിങ്ങൾ തന്നതിൽ. എനിക്ക് നിങ്ങൾ ഇവിടുത്തെ ചന്ത എവിടെയാണ്, ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ് എന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറയുന്നു. സഅദ് ബിൻ അബി റബിയ മദീനയിലെ മാർക്കറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അതെല്ലാം പഠിക്കുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ അദ്ദേഹം അവിടെ കച്ചവടം ആരംഭിക്കുകയാണ്. ഈത്തപ്പഴം, നെയ്യ്, എണ്ണ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ആദ്യം അദ്ദേഹം കച്ചവടം ചെയ്യുന്നത്. അതിൽ നിന്ന് ലാഭം നേടി അങ്ങനെ ആ കച്ചവടം വലിയ ശൃംഖലകളിലേക്ക് എത്തിച്ചേരുകയാണ്. മദീനയിലെ വളരെ വലിയ സമ്പന്നനായ സ്വഹാബിമാരിൽ ഒരാളായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറുന്ന മനോഹരമായ കാഴ്ച. ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് വന്നപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വളരെ സുഗന്ധപൂരിതമായ ഗന്ധം അനുഭവപ്പെടുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, എന്താണ് ഇത്ര സുഗന്ധം അബ്ദുറഹ്മാൻ? ആ സമയത്ത് പ്രവാചകനോട് അദ്ദേഹം മറുപടി പറയുന്നത്, നബിയെ, ഇന്ന് എൻ്റെ വിവാഹമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതിനു ശേഷം ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. കച്ചവടപരമായി അദ്ദേഹം അത്രയും മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് വിവാഹം കഴിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് മഹർ കൊടുത്തത്? സ്വർണത്തിൻ്റെ ഒരു കിഴി മഹർ കൊടുത്തിട്ടുണ്ട് നബിയെ. ആ സമയത്ത് നബി പറയുന്നു, എങ്കിൽ നിങ്ങളൊരു ആടിനെ അറുത്തിട്ട് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, അള്ളാഹു നിങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ആ വേളയിൽ പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ ആടിനെ അറുത്തിട്ട് ഭക്ഷണം നൽകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്ത് കച്ചവടം ചെയ്താലും വലിയ ലാഭത്തിൽ അത് വിറ്റുപോകുന്നു. ഒരു കല്ലെടുത്ത് വെക്കുകയാണെങ്കിൽ പോലും അത് സ്വർണ്ണക്കട്ടയായിട്ട് മാറുന്ന ആ മനോഹരമായ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ച വലിയ ബർക്കത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ജീവിതത്തിൽ നിഴലിക്കുകയാണ്. ബദർ യുദ്ധവേളയിലും മുഹദ് യുദ്ധവേളയിലും ഒക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇസ്ലാമിനു വേണ്ടി എല്ലാവിധ സംഭാവനകളും ആയുധങ്ങളും വാഹനങ്ങളും നൽകി ഇസ്ലാമിനെയും സൈന്യത്തെയും സഹായിച്ചവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധത്തിൽ മലക്ക് മുകളിൽ നിർത്തിയിരുന്ന ആളുകൾ താഴേക്ക് ഇറങ്ങി വരികയും ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ അതുവഴി കീഴടക്കി ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജീവൻ പണയപ്പെടുത്തി നിന്നിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെ നിലയുറപ്പിച്ചവരിൽ ഒരാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറ്റൊരു യുദ്ധവേളയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. വലിയ സംഭാവനകളും വലിയ സംഖ്യകളും വലിയ യാത്രാ ചെലവുകളുണ്ട്. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിലേക്ക് 2000 സ്വർണ്ണ നാണയങ്ങളുമായിട്ട് വന്നുകൊണ്ട് അതെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയും, നിങ്ങൾ വീട്ടിൽ എന്താണ് അവശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, എനിക്ക് 4000 സ്വർണ്ണ നാണയങ്ങളാണ് ആകെയുള്ളത്. അതിൽ 2000 ദീനിനും 2000 ഞാൻ എൻ്റെ വീട്ടുകാർക്കും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു കൊടുക്കുന്നു, നിങ്ങൾ നൽകിയ 2000-ലും വീട്ടിൽ അവശേഷിപ്പിച്ച 2000-ലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇനിയും സമ്പത്ത് ഏറെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരാൾക്ക് പോലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നും ഒരു സ്വതക്ക കിട്ടാതെ അവർ മരിച്ചു പോയിട്ടില്ല. മദീനയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അടുത്ത പരീക്ഷണം അനുഭവപ്പെട്ട ഒരു യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധവേള. വലിയ സാമ്പത്തികമായ ആവശ്യം ആ യുദ്ധസമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വലിയ സംഭാവനകളുമായി വന്നുകൊണ്ട് അത്രയും വലിയ സ്വർണ്ണ നാണയങ്ങൾ പ്രവാചകന്റെ മുന്നിൽ വെക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ആ സമയത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്, വീട്ടുകാർക്ക് ഒരു തുള്ളി നാണയം പോലും വെക്കാതെയാണ് ആ മനുഷ്യനെല്ലാം പ്രവാചകൻ കൊണ്ടു കൊടുക്കുന്നത്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അബ്ദുറഹ്മാൻ നിങ്ങൾ വീട്ടിൽ അവശേഷിപ്പിച്ചിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം പറയുന്നു, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സംഖ്യ തന്നെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്.
അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളാണുള്ളത്, അവർക്ക് വേണ്ടി നാളേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന തൻ്റെ കയ്യിലുള്ള മുഴുവൻ സംഖ്യയും ഇസ്ലാമിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആ തബൂക്ക് യുദ്ധവേളയിലാണ് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കും ഇഖാമത്തും വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി എവിടേക്കോ നീങ്ങിയതാണ്. ഉടനടി സ്വഹാബത്ത് എല്ലാവരും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിർത്തി നിസ്കാരം ആരംഭിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സലാം വീട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ മസ്ബൂക്കായി തൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. സ്വഹാബികളിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു മഹാസൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ആ മഹൽ വ്യക്തിക്കായിരുന്നു എന്നതുകൂടെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. നിസ്കാരശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് അഹ്സൻത, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന സ്തുത്യർഹമായൊരു പ്രവർത്തനമുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവരുടെ ചെലവ് നോക്കാൻ ആളുകളില്ലായിരുന്നു. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അവരാരെയും വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് ആദ്യമേ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ എല്ലാ ഭാര്യമാരുടെയും ചെലവുകൾ നോക്കിയിരുന്നത് ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ എന്താവശ്യമുണ്ടെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ സേവകനായിട്ട് അവരുടെ കൂടെ ചെല്ലുക, അവർക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ അവിടെ അതിനു വേണ്ട താവളങ്ങൾ ഒരുക്കുക, അവരുടെ എല്ലാവിധ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായ എല്ലാ ചെലവുകൾക്കും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ സദാ പ്രാർത്ഥനകൾക്കും അവരുടെ അനുഗ്രഹാശസ്സുകൾക്കൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പാത്രമായി എന്നുള്ളതാണ്. ഒരു ദിവസം മദീനയിൽ എല്ലാവരും ഭയപ്പെട്ടു പോയൊരു സാഹചര്യമായിരുന്നു അത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ കച്ചവടക്കാരവൻ അവിടേക്ക് വന്നപ്പോൾ തങ്ങളെ ഏതോ സംഘം ആക്രമിക്കാൻ വരികയാണ് എന്ന് പോലും മദീനക്കാർ വിചാരിച്ചു. കാരണം 700-ലധികം ഒട്ടകങ്ങളാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവട കാരവാനിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഐഷ ബീവി അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, എന്തിനാണ് ഇത്രയും ആളുകൾ അവിടെ കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഐഷ ബീവിയോട് അവിടെ നിന്ന് പറയുന്ന മറുപടി അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സംഘങ്ങളാണ് എന്നാണ്. ഉടനടി ഐഷ ബീവി ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സൽസബീൽ നൽകട്ടെ എന്നതാണ്. സൽസബീലിലെ വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് ആയിഷ ബീവി പ്രാർത്ഥിക്കുന്നത്. ആ സന്തോഷ വാർത്ത കേട്ടിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി തനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചത് കേട്ട സന്തോഷത്താൽ അവിടേക്കെത്തിയ 700 ഒട്ടകങ്ങളുടെ അത്രയും വലിയ കച്ചവട സാധനങ്ങൾ മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ അത്രയും വലിയ സംഭാവനകളുടെ പേരിലാണ് അദ്ദേഹത്തിന് ഈ വലിയ ഔന്നിത്യം വന്നു ചേർന്നത്. തവാഫിൻ്റെ വേളയിലെല്ലാം അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനയും എനിക്ക് അത്യാഗ്രഹത്തിൽ എന്നെ പെടുത്തരുതേ, അത്യാഗ്രഹികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ എന്നായിരുന്നു. കാരണം അത്രയും വലിയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ ആ ദുന്യവിയായ വലിയ വിപത്തുകളിലൊന്നും താൻ പെടരുത് എന്ന വാശി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഒരു ദിവസം പകൽ മുഴുവൻ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കണ്ട് പൊട്ടിക്കരയുന്ന അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗപൂർണമായ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മക്കയിൽ അത്രയും സമ്പന്നമായ ആഡംബരങ്ങളുമായി കഴിഞ്ഞുകൂടിയിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതെല്ലാം ഹനിക്കപ്പെടുകയും അവസാനം ഉഹുദിൽ വെച്ചിട്ട് ഷഹീദാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും മറയുന്ന തരത്തിലൊരു കഫം പുടവ പോലുമില്ലാതെ മരിച്ചുപോയ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ അദ്ദേഹം പറയുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ളതെല്ലാം ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു എനിക്ക് ദുനിയാവിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ലേ എന്ന് ഓർത്ത് കരയുന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലേക്ക് എത്തിയ കച്ചവട സംഘത്തിൽ ഒരു പെൺകുട്ടിയും അവരുടെ ഉമ്മയും അവരുടെ റൊട്ടിക്ക് കൂടെ കഴിക്കാൻ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ലാതെ വിശപ്പനുഭവിക്കുമ്പോൾ
ആ ഉമ്മ ആ മകളെ പറഞ്ഞയക്കുകയാണ്. തൊട്ടപ്പുറത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടല്ലോ, സമ്പന്നനായ സ്വഹാബിയാണല്ലോ, നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുകയാണ്. ആ പെൺകുട്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടു ജോലിക്കാരെ ചീത്ത പറയുന്നതാണ് ആ പെൺകുട്ടി കേൾക്കുന്നത്. എണ്ണ കളഞ്ഞതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് എണ്ണ കളഞ്ഞതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്ന അദ്ദേഹത്തോട് ഇനി എണ്ണ ചോദിക്കാൻ ഞാനില്ല എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി മടങ്ങിപ്പോരുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അകത്ത് നിന്ന് കാണുന്നു. ഉടനടി ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് കാര്യം തിരക്കിയപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്പം എണ്ണ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഒരു തുള്ളി എണ്ണ കളഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ സേവകന്മാരെ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഞാനത് ചോദിക്കാതെ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. മോളെ, ഞാൻ അതിനല്ല അവരോട് ദേഷ്യപ്പെടുന്നത്. അള്ളാഹു എനിക്ക് നൽകിയ സമ്പത്താണിത്. അതിൽ ഓരോ തുള്ളിക്കും അള്ളാഹു കണക്ക് ചോദിക്കും. അത് അനാവശ്യമായി പായാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ജോലിക്കാരോട് ദേഷ്യപ്പെടുന്നതെന്നും നിനക്ക് വേണ്ടത് എത്രയാണോ അതെല്ലാം ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ആ ഉമ്മക്കും പെൺകുട്ടിക്കും വേണ്ടി കൊടുത്തയക്കുന്ന ധനധർമ്മിയായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്തും ഉസ്മാൻ തങ്ങളുടെ ഖിലാഫത്ത് സമയത്തൊക്കെ ഖലീഫമാരെ നിയമിക്കാനായിട്ട് ആളുകൾ നിയമിച്ചിരുന്ന ഏറ്റവും പ്രമുഖനായ സ്വഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം അദ്ദേഹം ഖലീഫയാകണമെന്ന് പലരും അഭിപ്രായപ്പെട്ട സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവേ, ആ അധികാര കസേരകളിലേക്കൊക്കെ എത്തിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണമെന്ന്. ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ 75-ാമത്തെ വയസ്സിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് വിടവാങ്ങുകയാണ്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് തൻ്റെ സഹോദരന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ജീവിച്ചിരിക്കുന്ന എല്ലാ ബദരീങ്ങൾക്കും 400 സ്വർണ്ണ നാണയം വീതം നിങ്ങൾ നൽകണം. വലിയ സംഭാവന ആ ബദറിൽ പങ്കെടുത്ത സഹാബിമാർക്ക് അദ്ദേഹം നൽകുകയാണ്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് വലിയ സംഖ്യ അദ്ദേഹം വഫാത്താവുന്ന സമയത്ത് മാറ്റിവെക്കുകയും അവരുടെ എല്ലാ ചെലവുകൾക്കും വേണ്ട പൈസ മുഴുവനും മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് ജീവിച്ച് മരിക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന അത്രയും വലിയ ദാനധർമ്മിയുടെ കഥയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അവൻ്റെ ജന്നാത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഇതുപോലെ മനോഹരമായൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും ഇരിക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.